ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ ഖിസ്മു ത്സാനി മാ യുബ്ന അലൽ ഫത്ഹി വദാലിക കഅഹദ അശറ വഅഖവാതിഹി മിൻ സലാസത അശറ ഇലാ തിസ്അത അശറ. തഖൂലു ജാഅനി അഹദ അശറ റജുലൻ വറഅയ്തു അഹദ അശറ റജുലൻ വമറർതു ബി അഹദ അശറ റജുലൻ ബി ഫത്ഹിൽ കലിമത്തൈനി ഫിൽ അഹ്വാലി الثلاثة وكذلك أخواته في لزوم الفتح للكلمتين في الأحوال كلها. വൽ ഖിസ്മു ത്സാനി രണ്ടാമത്തെ വിഭാഗം മാ ഒന്നാണ്, ഒരു ഇസ്മാണ്. യുബ്ന അലൽ ഫത്ഹി ഫത്ഹിന്റെ മേൽ ആ ഇസ്മിനെ മബ്നിയാക്കപ്പെടും. ഫത്ഹിന്റെ മേൽ മബ്നി. ഒന്നാമത് നമ്മൾ കസ്റിന്റെ മേലാണ് പറഞ്ഞത്, രണ്ടാമത്തത് ഫത്ഹിന്റെ മേൽ മബ്നിയാവും. വദാലിക അത് ക അഹദ അശറ അഹദ അശറ പോലെയാണ്. വ അഖവാതിഹി അതിൻ്റെ സഹോദരിമാരും. അഹദ അശറ അല്ലേ, കാണുമ്പോൾ കണ്ടില്ലേ, അതിൽ അഹദ അശറ ഫത്ഹിന്റെ മേൽ മബ്നിയാണ് രണ്ടും. അതിൻ്റെ സഹോദരിമാർ എന്ന് പറഞ്ഞാൽ ആരാണ്? മിൻ സലാസത അശറ ഇലാ തിസ്അത അശറ. പതിമൂന്ന് മുതൽ 19 വരെ. 13 മുതൽ 19 വരെ. ജാഅനി അഹദ അശറ റജുലൻ എൻ്റെ അടുക്കൽ 11 പുരുഷന്മാർ വന്നു. ഉദാഹരണം പറയണം. തഖൂലു ജാഅനി അഹദ അശറ റജുലൻ വറഅയ്തു അഹദ അശറ റജുലൻ ഞാൻ 11 പേരെ കണ്ടു. വമറർതു ബി അഹദ അശറ റജുലൻ ഞാൻ 11 പുരുഷന്മാരുടെ അരികിലൂടെ നടന്നുപോയി. എങ്ങനെയാണ് ഈ ഉദാഹരണത്തിൽ നീ പറഞ്ഞത്? ബി ഫത്ഹിൽ കലിമത്തൈനി രണ്ട് കലിമത്തുകൾക്കും ഫത്ഹ് കൊണ്ട്, അഹദ എന്നതിനും അശറ എന്നുള്ളതിനും ഫത്ഹ് ചെയ്തുകൊണ്ട്, ഫിൽ അഹ്വാലി സലാസത്തി 3 അവസ്ഥകളിലും, റഫ്ഇന്റെ അവസരത്തിലും ജറിന്റെ അവസരത്തിലും നസ്ബിന്റെ അവസരത്തിലും ഫത്ഹ് ചെയ്തുകൊണ്ട്. കദാലിക ഇപ്രകാരം തന്നെയാണ് അഖവാതുഹു. ഈ അതിലില്ല അല്ലെ, കിതാബിലുണ്ടല്ലോ അത് അല്ലേ, കിതാബിലുണ്ടോ? വകദാലിക അഖവാതുഹു അതിന്റെ സഹോദരിമാരും അങ്ങനെ തന്നെയാണ്. ഫി ലുസൂമിൽ ഫത്ഹി ഫത്ഹിനെ നിർബന്ധമാക്കുന്ന വിഷയത്തിൽ, ലിൽ കലിമത്തൈനി ഫിൽ അഹ്വാലി കുല്ലിഹ രണ്ട് കലിമത്തിനും, സലാസത്ത എന്നുള്ള കലിമത്ത്, അശറ എന്നുള്ള കലിമത്ത്, ഫിൽ അഹ്വാലി കുല്ലിഹ മുഴുവൻ അവസരങ്ങളിലും മുഴുവൻ സന്ദർഭങ്ങളിലും, റഫ്ഇന്റെയും
ജറിൻ്റെയും നെസ്ബിൻ്റെയും 3 അവസരങ്ങളിലും രണ്ടിനും ഫത്ഹ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഫത്ഹിന്റെ മേൽ മബിനി. ഓക്കെ ആണോ? അപ്പൊ 2 വിഭാഗം നമ്മൾ കഴിഞ്ഞു. ഇനി പറയാം വൽ ഖിസ്മു സാലിസു, മൂന്നാമത്തെ ഖിസ്മ്. മാ ഒരു ഇസ്മാണ്, യുബ്ന അല ലമ്മി, ലമ്മിന്റെ മേൽ മബിനിയാക്കപ്പെടും. ലമ്മിന്റെ മേൽ മബിനിയാക്കപ്പെടും. വദാലിക, അത് ഖബ്ലു വബഅദു വഅഖവാതുഹുമാ, അല്ലെങ്കിൽ വഅഖവാതിഹിമാ, അവ രണ്ടിന്റെയും സഹോദരിമാരെ പോലെയാണ്. ഖബ്ല്, ബഅദ്. അതിന്റെ അഖവാത്തുകൾ ഏതുപോലെ? മിനൽ ജിഹാത്തി സിത്തി, 6 ജിഹത്തുകൾ, 6 ഇസ്മുകളാണ്, 6 വിഭാഗം, 6 ഡയറക്ഷനിൽ പറയുന്ന ഇസ്മുകൾ. അതായത് 6 വഹിയ അൽ ഫൗഖു, ഫൗഖ്, ഫൗഖ് എന്ന് പറഞ്ഞാൽ മുകളിൽ. വത്തഹ്തു, താഴെ. വൽ യമീനു, വലത്ത്. വശിമാലു, ഇടത്. വൽ വറാഉ, ഇവിടെ പിന്നിൽ. വൽ അമാമു, മുൻപിൽ. പിന്നെ അവ്വലു, അതുപോലെ വദൂനു. ഫകുല്ലുഹാ സവാഉൻ, ഈ പറഞ്ഞതൊക്കെ സമമാണ്. ഫി ലുസൂമി ലമ്മി, ലമ്മിനെ ലാസിമാക്കുന്ന വിഷയത്തിൽ, അല്ലെങ്കിൽ ലമ്മ് ലാസിമാകുന്ന വിഷയത്തിൽ. ലിൽ ബിനാഇ, ബിനാഇന് വേണ്ടി, മബിനിയാകുന്നതിന് വേണ്ടി. അപ്പോൾ ഈ പറയപ്പെട്ട ഖബ്ലു, ബഅദു, അതുപോലെ ഫൗഖ്, തഹ്ത്, യമീന്, ഷിമാല്, വറാഅ്, അമാമ്, അവ്വല്, ദൂന്, ഇതെല്ലാം ലമ്മ് മബിനി ബിനാഇന് വേണ്ടി ലാസിമാകുന്ന വിഷയത്തിൽ സമമാണ്. പക്ഷേ ലാകിന്നഹ ഇന്നമാ തുബ്ന അലൽ ലമ്മി ഇദാ ഹുദിഫൽ മുളാഫു ഇലൈഹി വനുവിയ മഅനാഹു. പക്ഷെ ഇവിടെ ലമ്മിന്റെ മേൽ മബിനിയാവണമെങ്കിൽ മുളാഫ് ഇലൈഹി കളയപ്പെടുകയും അതിന്റെ മഅന ഉദ്ദേശിക്കപ്പെടുകയും ചെയ്യണം. മുളാഫ് ഇലൈഹി കളയപ്പെടുകയും അതിന്റെ മഅന ഉദ്ദേശിക്കപ്പെടുകയും ചെയ്യണം. മുളാഫ് ഇലൈഹി എന്ന് പറഞ്ഞാല് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോ ഖബ്ല്, ബഅദ് എന്നതിന് ശേഷം ഒരു ഇസ്മ വരിക, ആ ഇസ്മിലേക്ക് ഈ ഖബ്ലിനെയും ബഅദ് തുടങ്ങി നമ്മൾ നേരത്തെ പറഞ്ഞതിനെയും ചേർക്കുക. അങ്ങനെ ചേർത്ത് വരുമ്പോൾ മുഅറബായിരിക്കും. ആ ചേർത്ത് വന്ന ഇസ്മിനെ കളയുകയും കളഞ്ഞ ആ ഇസ്മിനെ മുളാഫ് ഇലൈഹി ആണെന്ന് അതിന് പറയാം, അതിന്റെ പേര് മുളാഫ് ഇലൈഹി എന്ന്. ആ മുളാഫ് ഇലൈഹി ഇവിടെ മഅന നമ്മൾ ഉദ്ദേശിക്കുകയും ചെയ്യുകയാണെങ്കിൽ മാത്രമാണ്
ഈ പറയപ്പെട്ട ഇസ്മുകൾ ലമ്മിന്റെ മേൽ മബിനിയാവുകയുള്ളൂ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ദൂന ലഫ്ളിഹി, അതിന്റെ ലഫ്ളല്ല മഅനയാണ് ഉദ്ദേശിക്കേണ്ടത്, ലഫ്ളല്ല. ഇതുപോലെ ഖിറാഅത്തി, 7 ഖിറാഅത്തിലും ഉള്ളതുപോലെ, ലില്ലാഹിൽ അംറു മിൻ ഖബ്ലു വമിൻ ബഅദു, അവിടെ മിൻ ഖബ്ലു എന്നുണ്ട്, അതുപോലെ മിൻ ബഅദു എന്നും ലമ്മിന്റെ മേൽ മബ്നിയാണ്. അത് 7 ഖിറാഅത്തിലും അങ്ങനെ തന്നെയാണ്. ഐ മിൻ, അതിന്റെ അവിടെ മുലാഫ് ഇലൈഹി ഉണ്ടാവും, ആ മുലാഫ് ഇലൈഹിനെ കളഞ്ഞു, എന്നിട്ട് ആ മുലാഫ് ഇലൈഹിന്റെ മാന ഉദ്ദേശിച്ചു. മിൻ ഖബ്ലിൽ ഗലബി, അതുപോലെ വമിൻ ബഅദിഹി എന്നവിടെ ഉണ്ടാകുക. അപ്പൊ മുഅറബായി. ഗലബ് എന്ന മുലാഫ് ഇലൈഹിയെ അവിടെ പറയുമ്പോൾ അത് മുഅറബായി. അത് പറയാതെ അതിനെ കളയുകയും അതിന്റെ മഅന ഉദ്ദേശിക്കുകയും ചെയ്തപ്പോൾ അത് ലമ്മിന്റെ മേൽ മബ്നിയായി. അവിടെ വിജയത്തിനു മുൻപും വിജയത്തിന് ശേഷവും എല്ലാം അള്ളാഹുവാണ് നിയന്ത്രിക്കുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. വിജയത്തിന് മുൻപും വിജയത്തിന് ശേഷവും. അപ്പൊ മിൻ ഖബലിൽ ഗലബി വമിൻ ബഅദിഹി എന്നുള്ളിടത്ത് മുലാഫ് ഇലൈഹിയെ കളഞ്ഞു, ആ മഅന ഉദ്ദേശിക്കുകയും ചെയ്തപ്പോൾ ആ ഖബല് എന്നുള്ളതും ബഅദ് എന്നുള്ളതും എന്തായി? മബ്നിയായി, ലമ്മിന്റെ മേൽ മബ്നിയായി. ഫലമ്മ ഹുദിഫൽ മുലാഫു ഇലൈഹി, മുലാഫു ഇലൈഹി കളയപ്പെടുകയും വനുവിയ മഅനാഹു, ആ മുലാഫ് ഇലൈഹിയുടെ മഅന ഉദ്ദേശിക്കപ്പെടുകയും ചെയ്തപ്പോൾ ബുനിയ, അത് രണ്ടും മബ്നിയായി. ലിദാലിക, ഇക്കാരണത്തിന് വേണ്ടി, ഈ ഒരു കാരണത്തിന് വേണ്ടി അവ രണ്ട് ഇസ്മുകളും ഖബ്ലു എന്നുള്ളതും ബഅദു എന്നുള്ളതും മബ്നിയാവുകയും ചെയ്തു. അപ്പൊ ഒരു വിശദീകരണം അവിടെ വേണം. മുലാഫ് ഇലൈഹിയെ കളയുകയും അതിന്റെ മഅന ഉദ്ദേശിക്കുകയും ചെയ്യാന്ന് പറയുമ്പോൾ വേറെയും ചില രൂപങ്ങൾ വരും. അപ്പൊ അവിടെ എന്തായിരിക്കും ആ ഖബ്ലു എന്നുള്ളതും ബഅദു എന്നുള്ളതും എന്തായിരിക്കും എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അമ്മ ഇദാ സുരിഹൽ മുലാഫു ഇലൈഹി, മുലാഫ് ഇലൈഹി വ്യക്തമാക്കപ്പെട്ടു, മുലാഫ് ഇലൈഹി വ്യക്തമാക്കപ്പെട്ടു, അത് കളഞ്ഞില്ല. നഹ്വു ഏതുപോലെ? ജിഅ്തുക ഖബ്ല സൈദിൻ, ജിഅ്തു ഞാൻ വന്നു, ക നിന്റെ അടുക്കൽ, ഖബ്ല സൈദിൻ സൈദിന്റെ മുൻപിൽ ഞാൻ വന്നു, സൈദിന്റെ മുമ്പ് ഞാൻ വന്നു എന്നാണ്. അപ്പൊ അവിടെ അങ്ങനെ വന്നപ്പോ അവിടെ എന്ത് ചെയ്തു? സൈദിന്റെ മുമ്പ് എന്ന് വന്നല്ലോ. അവിടെ സൈദ് എന്നുള്ള മുലാഫ് ഇലൈഹിയെ വിശദീകരിക്കപ്പെട്ടു, വ്യക്തമാക്കപ്പെട്ടു. വബഅദഹു, സൈദിന്റെ ശേഷവും വന്നു എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ മുലാഫ് ഇലൈഹിയെ വ്യക്തമാക്കപ്പെട്ടു. അല്ലെങ്കിൽ എന്ത് ചെയ്തു? അതൊരവസ്ഥ കേട്ടോ, അതൊരവസ്ഥ. ഔ ഹുദിഫ, അല്ലെങ്കിൽ മുലാഫ് ഇലൈഹി കളയപ്പെട്ടു, വനുവിയ ഉദ്ദേശിക്കപ്പെട്ടു, സുബൂത്തു ലഫ്ളിഹി അതിന്റെ ലഫ്ള് സുബൂത്താണ് എന്നത് ഉദ്ദേശിക്കപ്പെട്ടു. അതിന്റെ മഅനല്ല ഉദ്ദേശിക്കുന്നത്, ലഫ്ള് സുബൂത്താണ്. ലഫ്ളിനെ നമ്മൾ ഉദ്ദേശിക്കരുത് എന്നാ നേരത്തെ പറഞ്ഞു. എന്ത് ഉദ്ദേശിക്കണം? മഅന ഉദ്ദേശിക്കണം എന്നാ പറഞ്ഞു. ഇതിന്റെ ലഫ്ള് അവിടെ സ്ഥിരമാണ് എന്ന് ഉദ്ദേശിക്കപ്പെട്ടു. ഇതുപോലെ ഖൗലിഹി,
കവിയുടെ വാക്ക് പോലെ വമിൻ അല്ലേ വമിൻ ഖബലിനാദാ കുല്ലു മൗലൻ ഖറാബതൻ ഫമാ ആതിഫത്തു മൗലൻ അലൈഹിൽ അവാതിഫു. ഇവിടെ നോക്ക് വമിൻ ഖബലി, അതിനുശേഷം കബലിക്ക് ശേഷം മുദാഫിലേഹി ഇല്ല. മുദാഫിലേഹി അവിടെ കാണുന്നുണ്ടോ? ഇല്ല. പക്ഷേ അത് മുദാഫിലേഹി അവിടെ ലഫ്ദിലുണ്ട് എന്ന് കരുതി, അതിന്റെ മാനല്ല ലഫ്ദിലുണ്ട് എന്ന് കരുതി. അതാണ് പറയുന്നത് ഇവിടെ. അപ്പുറത്ത് നോക്ക് ബിഖഫ്ളി ഖബ്ലി, ഖബ്ലി എന്നതിനിക്ക് ജർ ചെയ്തുകൊണ്ട്. കാരണം എന്താ? ലിനിയ്യത്തി ലഫ്ദിൽ മുദാഫിലേഹി, മുദാഫിലൈഹിയുടെ ലഫ്ളിനെ അവിടെ കരുതി, മുദാഫിലയുടെ ലഫ്ള് ഉണ്ട് എന്ന് അവിടെ കരുതി. അപ്പൊ മിൻ ഖബിലി എന്ന് അതിന് ജർ ചെയ്തിട്ട് പറഞ്ഞു. അല്ലെങ്കിൽ നോക്കണേ ഔ ഹുദിഫ, കളയപ്പെട്ടു. മുദാഫി രണ്ടാമത്തെ അതിന്റെ അർത്ഥം പറയാം, ബൈത്തിന്റെ അർത്ഥം പറയാം, വിഷയം പറയാം ആദ്യം. അപ്പൊ ഒന്നാമത് പറഞ്ഞത് മുദാഫിലൈഹിയെ അവിടെ വ്യക്തമാക്കപ്പെട്ടു. രണ്ടാമത് മുദാഫിലൈഹിയെ വ്യക്തമാക്കപ്പെട്ടില്ല, പക്ഷെ അതിന്റെ ലഫ്ള് അവിടെ ഉണ്ട് എന്ന് കരുതപ്പെട്ടു. അല്ലെ? ഈ 2 രൂപ പറഞ്ഞു. ഇനിയോ മൂന്നാമത്തത് ഔ ഹുദിഫ, മുദാഫിലൈഹി കളയപ്പെട്ടു. വലൻ യുൻവ ഷൈഉൻ അസ്ലൻ, തീരെ ഒന്നും കരുതപ്പെട്ടില്ല, ലഫ്ളും കരുതപ്പെട്ടില്ല, അതിന്റെ മാനയും കരുതപ്പെട്ടില്ല. ഇതുപോലെ കഖൗലിഹി, കവിയുടെ വാക്ക് പോലെ ഫസാഗലിയ ശറാബു വകുന്തു ഖബ്ലൻ അകാദു അഗസ്സു ബിൽ മാഇൽ ഫുറാത്തി. ഇവിടെ ഖബ്ലൻ എന്നുള്ളടത്ത് മുദാഫിലയെ പറഞ്ഞിട്ടുമില്ല, മുദാഫിലയെ കളയപ്പെട്ടു, പക്ഷെ അവിടെ ഒന്നും ഉദ്ദേശിക്കപ്പെട്ടിട്ടില്ല, ലഫ്ളും ഇല്ല, മാനയും. ഇങ്ങനെ ഈ 3 അവസരത്തിലും ഫഹുവ മുഅറബുൻ, അത് മുഅറബാണ്. ഫഹുവ മുഅറബുൻ, അത് മുഅറബാണ്. ഫി ഹാദിഹിൽ അഹ്വാലി സലാസത്തിൽ മദ്കൂറത്തി, ഈ പറയപ്പെട്ട 3 അവസ്ഥകളിലും അത് മുഅറബാണ്. അപ്പൊ ഒറ്റ അവസ്ഥകളിലെ മബ്നിയുള്ളൂ. ആ മബ്നി വേണമെങ്കിൽ എന്ത് വേണം? മുദാഫിലൈഹിയെ കളയപ്പെടണം, അതിന്റെ മാന ഉദ്ദേശിക്കണം. മുദാഫിലൈഹിയെ കളയപ്പെട്ടില്ല, അപ്പോഴും മുഅറബാണ്. അല്ലെങ്കിൽ മുദാഫിലൈഹിയെ കളയപ്പെട്ടു, ഒന്നും ഉദ്ദേശിച്ചില്ല, അപ്പോഴും മുഅറബാണ്. മുദാഫിലൈഹിയെ കളയപ്പെട്ടു, ലഫ്ള് അവിടെ ഉണ്ട് എന്ന് ഉദ്ദേശിക്കപ്പെട്ടു, അപ്പോഴും അതെന്താണ്? മുഅറബാണ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ആ മതി മതി. ഒന്ന് നോക്കി, സംശയമുള്ളത് ഇപ്പൊ പറഞ്ഞതൊന്ന് നോക്ക്. ബൈത്ത് ഞാൻ അർത്ഥം പറയാം. കബുലിന്റെ ബാഗിന്റെ അത് ഫൗക്ക്, തഹ്ത്, യമീന്, ഷിമാല്, വറാ, അമാമ്. ജിഹാത്ത് സിത്ത് എന്ന് പറഞ്ഞ 6
എന്താ പറയുക, ജിഹത്തുകൾ. ജിഹത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന വിഭാഗം എന്നൊക്കെ പറയാം. ആറ് സ്ഥലം. ഇപ്പൊ നമ്മൾ പറയില്ലേ, മേലെ താഴെ, ഇടത് വലത്, അതുപോലെ മുൻപില് പിൻപില്. വ്യക്തമാക്കപ്പെട്ടു, വിശദീകരിക്കപ്പെട്ടു. ഒന്നാമത്തെ വയസ്സിന് പറയണ്ടേ? ഒന്നാമത്തെ പറഞ്ഞില്ലല്ലോ. വമിൻ ഖബിലി നാദ അല്ലേ? വമിൻ ഖബിലി, അതിനു മുൻപ്, നാദ വിളിച്ചു. അതിനു മുമ്പ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ദാലിക്ക എന്ന് കളയപ്പെട്ടിട്ടുണ്ട് എന്നാ പറഞ്ഞു നമ്മള്. ആ ദാലിക്കനെ ഉദ്ദേശിക്കുകയും ചെയ്തു. അപ്പോഴാണ് അത് എന്തായത് മുറബായത്, മിൻ ഖബിലി എന്നുള്ളത്. ശരിക്കത് ലമ്മിന്റെ മേൽ മബിനി ആവണമെങ്കിലുള്ള ഒരു നിബന്ധന അല്ലല്ലോ. കുല്ലു മൗല, എല്ലാ അടിമകളും വിളിച്ചു. കറാബത്തൻ, അവരുടെ ബന്ധത്തിനെ, അവരുടെ കുടുംബത്തിനെ വിളിച്ചു. അതായത് എല്ലാവരും അതിനു മുമ്പ് അവർക്ക് സഹായത്തിന് വേണ്ടി കുടുംബക്കാരെ വിളിച്ചു. ഫമാ അത്തിഫത്ത് അലൈഹി, ആരോടും, ആ മൗല എന്നുള്ളത് മറ്റേ അലൈഹി എന്ന് പറഞ്ഞ ലമീറില്ലേ, അതിൽ നിന്നും അതിനെ വിശദീകരിക്കാൻ വേണ്ടി വന്നാണ് ഈ മൗലൻ. അപ്പൊ അത് ഒന്ന് മുന്തിച്ചു പറഞ്ഞതാണ്. ഫമാ അത്തിഫത്ത്, കാരുണ്യം ചെയ്തില്ല, അലൈഹി, ആ അടിമയുടെ, ആ ഓരോ അടിമയുടെയും മേൽ, മൗലൻ, ഒരു സഹായിയും കാരുണ്യം ചെയ്തില്ല. അൽ അവാത്തിഫു, കാരുണ്യം ചെയ്യുന്ന ഒരാളും കാരുണ്യം ചെയ്തില്ല. ആത്തിഫത്ത് എന്നുള്ളതിന്റെ ഫായിലാണ് അവാത്തിഫു എന്ന് പറഞ്ഞത്. ഫമാ അത്തിഫത്ത്, കാരുണ്യം ചെയ്തില്ല, അലൈഹി, ആ വിളിച്ചവന്റെ, വിളിച്ചവർ കുറെ പേരുണ്ടല്ലോ, ആ വിളിച്ചവരുടെ മേൽ കാരുണ്യം ചെയ്തില്ല. മൗലൻ, സഹായത്തിനാൽ കാരുണ്യം ചെയ്തില്ല. അൽ അവാത്തിഫു, കാരുണ്യം ചെയ്യുന്നവർ കാരുണ്യം ചെയ്തില്ല. ആരും വിളി കേട്ടില്ല എന്നർത്ഥം. അദ്ദേഹത്തിന് സഹായം കൊടുത്തില്ല. ഓക്കെ, അടുത്തത് ഫസാഗലിയ, എനിക്ക് അനുവദനീയമായിരുന്നു, എനിക്ക് അനുവദനീയമായി. അശ്ശറാബു, പാനീയം അനുവദനീയമായി. വകുന്തു ഖബലൻ, മുൻപ് ഞാനായിരുന്നു. അകാദു, ഞാൻ അടുത്തവനായിരുന്നു. അഹസ്സു, വെള്ളം കുടിക്കാൻ. ബിൽ മാഇൽ ഫുറാത്തി, സംശുദ്ധമായ നല്ല ശുദ്ധിയുള്ള വെള്ളം കൊണ്ട് ദാഹം അകറ്റുന്നതിലേക്ക് ഞാൻ മുമ്പ് ഉണ്ടായിരുന്നു. മുമ്പ് എനിക്കുണ്ടായിരുന്നു, അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ഫസാഗലിയ, എനിക്ക് അനുവദനീയമായി. അശ്ശറാബു, പാനീയം. വകുന്തു ഖബലൻ, മുൻപ് ഞാൻ ആയിരുന്നു. അഹസ്സു, ഞാൻ ദാഹം അകറ്റിയിരുന്നു. ബിൽ മാഇൽ ഫുറാത്തി, നല്ല പ്യൂരിഫൈഡ് ആയ വെള്ളം കൊണ്ട് ഞാൻ ദാഹം അകറ്റുകയും ചെയ്തിരുന്നു. അപ്പൊ ഇവിടെ നമ്മളെ കണക്ക് എവിടെയാ? ഖബലൻ എന്നുള്ളതാണ്. മുൻപ് എന്നേ അവിടെ അർത്ഥമുള്ളൂ. എന്തിന്റെ മുൻപ് എന്നില്ല. ഒന്നും എന്താകുന്നില്ല,
അവിടെ ഉദ്ദേശിക്കപ്പെടുന്നില്ല. ലഫ്ളൊന്നുമില്ല, അതിന്റെ മീനിങ്ങും